ചൂരൽമലയിൽ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ റോപ്പ് റെസ്ക്യൂ വഴി വരുന്ന ഒരു ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് എനിക്കൊപ്പമുള്ളത്, നിഖിൽ മല്ലിശ്ശേരി. നിഖിലിൻ്റെ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം കാണുമ്പോൾ ഒരു പേടിയായിരുന്നു വരുന്ന സമയത്ത്. നിഖിലിന് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? അല്ല, നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെയ്തതാണ്. എൻ്റെ റോപ്പ് റെസ്ക്യൂവിന് ട്രെയിനിങ് തൃശ്ശൂർ അക്കാഡമിയിൽ വെച്ചിട്ട് ട്രെയിനിങ് ചെയ്തതാണ്. പിന്നെ ഇൻസ്ട്രക്ടറായിട്ട് 2-3 ബാച്ചിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിനാണ് നമ്മൾ ഇവിടെ കോഴിക്കോട് വെച്ചിട്ടൊക്കെ ഡെമോ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞാണല്ലോ കയ്യിലുള്ളത്. ആ ഒരു പ്രശ്നം നല്ല ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ മോളെ തന്നെ ഞാൻ 2-3 മാസമാകുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഇരുന്നിട്ടാണ് എടുക്കാറ്. അത് വീണ് പോകരുത് എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടാണ് എടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ബോക്സിലാക്കിയിട്ട് നമ്മളെ കയ്യിൽ തരുന്ന സമയത്ത് എങ്ങനെയായാലും ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ പരമ മുറുക്കി പിടിച്ചു പോയി. അറിയണ്ടേ സേഫാണെന്ന് അറിയെങ്കിലും മുറുക്കി പിടിച്ചു പോയി. എങ്ങനെ നമുക്ക് 100% അത് ഈ റോപ്പ് വഴി പോകുന്നത് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടൊക്കെ നമുക്ക് അത് ഉറപ്പുണ്ട് 100% സക്സസ് ആണെന്ന്. എന്നാലും ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, അത് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ തൊട്ട് താഴെ ഒഴുകുന്ന ഒരു പുഴയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത്രയും ഹൈറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുട്ടീനെ ഞാൻ ശരിക്കും ഇങ്ങനെ മുറുക്കി ഇങ്ങനെ നെഞ്ഞത്തേക്ക് ചേർത്ത് വെച്ച് പിടിച്ചാണ് ചെയ്തത്. പക്ഷേ വീണ് പോയാലൊരിതല്ലോ. അപ്പം പിന്നെ ഒരു കരയിലെത്താമെന്നുള്ള സമയത്ത് കര കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ശ്വാസം വീണത്. അതിൻ്റെ ആ ഒരു ഫീൽ ഇപ്പോഴും പോയില്ല സത്യം പറഞ്ഞാൽ. കുഞ്ഞ് കരഞ്ഞിരുന്നോ? ഇല്ല, കുട്ടി കരഞ്ഞില്ല. കുട്ടി ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് ഡോക്ടർ എടുക്കുന്ന സമയത്ത് കരഞ്ഞിനാണ്. പിന്നെ ഡോക്ടർ നമ്മളെ കയ്യിൽ തന്ന കൊട്ടയിലാക്കിയപ്പോൾ ആകാശം കാണുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ആൾക്ക് ഒരു തൊട്ടിൽ പോലെ തോന്നിയിട്ടുണ്ടാവും അറിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തൊട്ടിൽ പോലെ ചിലപ്പം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഞാൻ നോക്കുന്ന ഒരു ഹോളുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ആൾ മേലോട്ട് നോക്കി ആകാശത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. ഇത് ആ കുഞ്ഞും അമ്മയും കൂടി അവിടെ വരികയായിരുന്നു, ആ കരയിൽ വരികയായിരുന്നു. എങ്ങനെയാ അവരുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങോട്ട് ഒരു ഉപകരണമായിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയത്. ഒരു ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അത് കട്ട് ചെയ്യാനുള്ളൊരു ഉപകരണമായിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അപ്പം പിന്നെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മുടെ ടീമിന് ഈ സാധനം കൊടുത്തു. അതിനുശേഷം അവരങ്ങോട്ട് പോയി. അപ്പോൾ റോപ്പ് റെസ്ക്യൂവിൻ്റെ ടീമായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ലവ്ന എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് വന്ന് ചോദിച്ചത്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്, ഒരു 3 മാസം പ്രായമായ ഒരു കുട്ടിയാണ്, അതിൻ്റെ ഉമ്മയുണ്ട്, അപ്പോൾ ഇവരൊന്ന് അക്കരയ്ക്ക് എത്തിച്ചു തരുമെന്ന്. അപ്പം ഡോക്ടർ പറയുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ആൾക്കാരെ അങ്ങോട്ട് മാറ്റുന്നത്. കാരണം വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് പരിക്ക് പറ്റിയ ആൾക്കാർക്കാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇവർ ഭക്ഷണമൊന്നും കഴിച്ചില്ല, അപ്പം തലേന്ന് രാത്രി കഴിച്ചതാണ്. നമ്മളൊരു 4 മണിക്കാവുന്ന സമയത്താണ് ഇവരെ ഈ ആളെ കടത്തുന്നത്. അതിന് മുന്നേ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് അക്കരെ എത്തിച്ചു. അതിനുശേഷം 4 മണിക്ക് ശേഷമാണ് ഇവരെ അക്കരയ്ക്ക് മാറ്റുന്നത്. അപ്പോൾ ഡോക്ടർ ഒന്ന് ചോദിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അമ്മേനോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ? ഇല്ലല്ല, നിങ്ങൾ ഫയർഫോഴ്സ് സാറേ, എനിക്ക് ധൈര്യമാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഉമ്മേനെ അവിടെ എത്തിക്കാൻ വിചാരിച്ചു. ഉമ്മേനെ നേരെ റോപ്പിൽ നമ്മൾ അക്കരെ എത്തിച്ച് അതിനുശേഷം ഒരു ബാസ്ക്കറ്റ്, അത് ഡോക്ടർ നിർദ്ദേശമാണ്, ഒരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് കുട്ടീനെ സേഫായിട്ട് ആ ബാസ്ക്കറ്റിൽ വെച്ച് അതിനുശേഷം നമ്മൾ കുട്ടീനെ എടുത്ത് കയ്യിൽ വെച്ചു. അപ്പം പോകുന്ന സമയത്ത് ഉമ്മ അങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളെ ബാസ്ക്കറ്റിൽ കുട്ടീനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോളി, നമ്മളെ ഈ ടീം സുരക്ഷിതമായിട്ട് ഇവരെ അവിടെ എത്തിക്കും. കാരണം വെച്ചാൽ ഞങ്ങളെ ജീവൻ പോക്കിയാലും ഞങ്ങൾ കുട്ടീനെ അവിടെ സുരക്ഷിതമായിട്ട് എത്തിക്കും, അത് ഉറപ്പാണ് പറഞ്ഞു. ഇത് ആദ്യം വന്നപ്പം NDRFന്റെ ടീം, ആർമീൻ്റെ ടീം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത് അല്ലേ? അവരാണ് രക്ഷിച്ചത് എന്നുള്ളതായിരുന്നു. അല്ല, അതിപ്പോൾ നമ്മൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ മുഴുവൻ ആൾക്കാർക്കും അത് ശീലമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരുവിധ എല്ലാ വർക്കുകളും മറ്റ് ആൾക്കാർ ചെയ്തു എന്നുള്ള രീതിയിലാണ് കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നത്. നമ്മൾ റോപ്പായിട്ട് വരുന്ന സമയത്ത് തന്നെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കയറായിട്ട് എന്താക്കാനാണ്? നമ്മളോട് തന്നെ അങ്ങനെ കുറേ ചീത്ത പറയുന്നുണ്ട് ആൾക്കാർ. അവരെ വൈകാരികമായിട്ട് പറയുന്നതാണ്, അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ റോപ്പ് റെസ്ക്യൂ ടീം അവിടെ എത്തിയിട്ട് അവിടേക്ക് റോപ്പ് ഇട്ടിട്ട് നമ്മളെ അങ്ങോട്ട് രക്ഷാപ്രവർത്തകരെ എത്തിക്കുകയും തിരിച്ച് ഇങ്ങോട്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു 10-600ഓളം പേര് അക്കരെ അന്ന് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തു. നമ്മളന്ന് ബാബു അന്ന് പാലക്കാട് കുടുങ്ങിയിട്ടുണ്ടല്ലോ. അതിനുശേഷം നമ്മളൊരു ടീം റോപ്പ് റെസ്ക്യൂ ഫയർ സർവീസിൻ്റെ റോപ്പ് റെസ്ക്യൂ ടീം ഉണ്ടാക്കണം എന്നുള്ള സർക്കാരിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ബഹുമാനപ്പെട്ട DG പത്മകുമാർ IPS സാർ മുതൽ താഴോട്ടുള്ള ഓഫീസർമാരെല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും സജീവമായിട്ട് തന്നെ ഈ റോപ്പ് റെസ്ക്യൂ കോഴ്സിൽ പങ്കെടുത്തതുണ്ട്.
പണ്ടൊക്കെ നമുക്ക് ആർമി വേണമായിരുന്നു, ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അവിടെ അസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, ആർമി ടീമിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും റോപ്പ് റെസ്ക്യൂ ടീം ഇത്തരം പാലോ അങ്ങനെ എന്തെങ്കിലും അക്കരയ്ക്കുള്ളൊരു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ എവിടെയായാലും റോപ്പ് റെസ്ക്യൂ ടീം സുഖമായിട്ട് ആൾക്കാരെ രക്ഷിക്കുന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും ട്രെയിൻഡാണ്, 100% ട്രെയിൻഡാണ് എല്ലാവരും. എന്തായാലും നിഖിലിനെ പോലെയുള്ള ആളുകൾ അവിടെ ആ ദുരന്തമുഖത്ത് പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു കൈക്കുഞ്ഞിനെയൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിസാഹസികമായി. ഇവർക്ക് പരിശീലനം ഉണ്ടാകും, പക്ഷേ എന്നിരുന്നാൽ പോലും നിഖിൽ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലൊരു ടെൻഷനാണ്, ചെറിയ കുഞ്ഞാണെന്നുള്ളത്. എൻ്റെ സുഹൃത്താണ്, നാട്ടുകാരനാണ് നിഖിൽ. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.